നമസ്കാരം. കേരളത്തിന്റെ ഖജനാവിൽ 4000 കോടി രൂപയുണ്ടെന്ന പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പടിയിറങ്ങുന്നതിന് മുന്നോടിയായി ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് യാഥാർത്ഥ്യം മറച്ചുവെച്ച് ബാലഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത്. ഖജനാവിൽ സാമ്പത്തിക നില ഭദ്രമാണെന്നുള്ള പ്രസ്താവന ബാലഗോപാൽ ആവർത്തിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് വായ്പ എടുത്തതിന്റെ രണ്ടാം ഗഡുവായി ലഭിച്ച 4000 കോടിയാണ് ഖജനാവിലുള്ളതെന്നാണ് യാഥാർത്ഥ്യം. ഇക്കാര്യം നേരത്തെ തന്നെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജലജീവൻ മിഷനിൽ കരാറുകാർക്കും റോഡ് അറ്റകുറ്റപ്പണികൾക്കുമായി നൽകാനുള്ള 7000 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാനായിട്ടാണ് നബാർഡിൽ നിന്ന് 4000 കോടി രൂപ കൂടി അടിയന്തരമായി വായ്പയെടുത്തത്. നേരത്തെ 5000 കോടി രൂപ എടുത്തിരുന്നു. ഇതിൽ 3000 കോടി മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി സർക്കാരിന് കൈവശമാണ്. ഈ തുകയടക്കം 6000 കോടിയാണ് സർക്കാർ കൈവശമാക്കിയിരിക്കുന്നത്. നേരത്തെ എടുത്ത വായ്പയുടെ പലിശ ത്രൈമാസികമായിട്ടാണ് തിരിച്ചടക്കേണ്ടത്. ഇതിൽ ആദ്യ ഗഡു ഏപ്രിൽ 1 തിരിച്ചടക്കേണ്ടിയിരുന്നത്. ഇതിനായി 92.56 കോടി രൂപ അനുവദിച്ചിരുന്നു. 3 മാസം കൂടുമ്പോൾ ഇത്രയും കനത്ത തുക പലിശ അടയ്ക്കേണ്ടി വരുന്നത് വാട്ടർ അതോറിറ്റി സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും. ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന അവസ്ഥയുണ്ടാകും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജലജീവൻ പദ്ധതികൾ പൂർത്തീകരിക്കാനായി 9000 കോടി രൂപ നബാർഡിൽ നിന്ന് 2 സാമ്പത്തിക വർഷങ്ങളിലായി വായ്പ എടുക്കാൻ സർക്കാർ വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകിയത്. ഇതിൽ 5000 കോടി രൂപ ആദ്യ ഗഡുവായി എടുത്തു. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത് 3000 കോടി രൂപ മാത്രമായിരുന്നു. ശേഷിച്ച തുകയെക്കുറിച്ച് ഒരു മറുപടിയും ഇതേവരെ സർക്കാർ നൽകിയിട്ടുമില്ല. അതിനിടയിലാണ് കരാറുകാരുടെ കുടിശ്ശിക 7051 കോടി രൂപയാണെന്നും റോഡ് അറ്റകുറ്റപ്പണികൾ തീർക്കാൻ 1850 കോടി അടിയന്തരമായി വേണമെന്നും ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD സർക്കാരിന് കത്തെഴുതിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതിലെ ശേഷിക്കുന്ന 4000 കോടി രൂപ കൂടി കടമെടുക്കാൻ മാർച്ച് 14 ഉത്തരവിറക്കിയത്. ഈ തുകയും പൂർണ്ണമായും ജലജീവൻ പദ്ധതിക്കായി വിനിയോഗിക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല. 2 വർഷങ്ങളിലായി എടുക്കേണ്ട തുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എടുക്കുന്നത് അപകടമാണെന്ന് ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ മുതൽ 92 കോടി രൂപ പലിശ അടയ്ക്കണം. 21.7 ലക്ഷം ജലജീവൻ കണക്ഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള വരുമാനം 8 കോടിയിൽ താഴെയാണ്. പലിശ അടക്കൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി മാറും. അതിനായി മറ്റൊരു വായ്പ എടുക്കേണ്ടി വരും. നിലവിൽ പ്രതിമാസം 22 കോടി രൂപ നഷ്ടത്തിലോടുന്ന വാട്ടർ അതോറിറ്റിയെ വൻ കടക്കണിയിലേക്ക് തള്ളിയിടുകയാണ് സർക്കാർ എന്ന് സംഘടനകൾ ആരോപിക്കുന്നു. 6000 കോടി രൂപയാണ് നിലവിൽ വാട്ടർ അതോറിറ്റി വായ്പ എടുത്ത തുക സർക്കാർ ഖജനാവിലുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രി മേനി നടിക്കുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ ഈ തുക തിരികെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ. കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധിയിൽ കാട്ടിയ ചെറിയ ചില ഇളവുകളും ഉദാരതയുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തട്ടിമുട്ടി മുന്നോട്ട് പോകാൻ കേരളത്തെ സഹായിച്ചത്. നേരത്തെ കേന്ദ്രം ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ കാരണം ശമ്പളവും പെൻഷനും നൽകാൻ പോലും സർക്കാർ പാടുപെട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം ലഭിച്ച അനുമതികൾ സർക്കാരിന് ശ്വാസം വിടാൻ അവസരമൊരുക്കുകയായിരുന്നു. ആവശ്യഘട്ടങ്ങളിലെല്ലാം കടമെടുത്ത് മാത്രം കാര്യങ്ങൾ നീക്കുന്ന രീതിയാണ് കേരളം കുറച്ചു കാലമായി പിന്തുടരുന്നത്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനോ ചെലവ് ചുരുക്കാനോ ഉള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഓരോ മാസവും ശമ്പളവും പെൻഷനും നൽകാൻ കടപ്പത്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വലിയൊരു കടക്കണിയിലേക്ക് തള്ളിവിടുമെന്ന് പലപ്പോഴായി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ച വളർച്ചയുണ്ടാകാത്തത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. GST വിഹിതത്തിലും കേന്ദ്ര സഹായത്തിലും കുറവുണ്ടെന്ന പരാതി സർക്കാർ ഉയർത്തുന്നുണ്ടെങ്കിലും ആഭ്യന്തരമായി വരുമാനം കണ്ടെത്താനുള്ള സ്രോതസ്സുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമുള്ള വരുമാനം മാത്രമാണ് ഖജനാവിലേക്ക് എത്തുന്ന പ്രധാന വിഹിതം. ഇത് നിലവിലെ ഭീമമായ ചെലവുകൾക്ക് ഒന്നുമാകുന്നില്ല എന്നതാണ് വസ്തുത.